ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു കൊക്കുവടയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണിത് തയ്യാറാക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട് 1 മണിക്കൂർ നേരത്തേക്ക്. അതിനുശേഷം അതൊന്ന് പൊടിച്ചെടുത്തു കേട്ടോ. വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു അരിപ്പയിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. വലിയ വലിയ തരികളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കടലപ്പൊടി. ഇതും നമ്മൾ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആവില്ല. അപ്പോൾ 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1 കപ്പ് കടലമാവ് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയാണ്. അതും നൈസായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം അധികം ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് അതിൻ്റെ പാകം നോക്കണം. നമുക്കൊരു ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിനാണ് വേണ്ടത്. കാരണം നമ്മൾ സേവനാഴിയിലിട്ടിട്ട് ചുറ്റിച്ചെടുത്തിട്ടാണ് ഈ കൊക്കുവട ഉണ്ടാക്കുന്നത്. കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അമർത്തിയിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ കുഴച്ച് കൊടുത്ത് നമുക്ക് ഏകദേശം പാകം മനസ്സിലാവും. കാരണം ഇത് പച്ച പൊടിയല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കൂടും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ആകൃതിയിലുള്ള അച്ചാണ് നമുക്ക് വേണ്ടത് കേട്ടോ. കണ്ടോ, നീളത്തിലുള്ള ഒരു അച്ചുണ്ട്, അതാണ് നമുക്ക് വേണ്ടത് ഈ കൊക്കുവട ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടാവണം കേട്ടോ. എണ്ണ നന്നായി, ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ തീ നല്ല ലോയിൽ വെക്കണം, അല്ലെങ്കിൽ കയ്യിലേക്ക് നമുക്ക് ചൂട് വരാൻ ചാൻസ് ഉണ്ട് നമ്മളിതിങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ. അപ്പോൾ തീ നല്ല ലോ ആക്കി വെക്കുക. എണ്ണ നല്ല ചൂടാവും വേണം. അതുപോലെ തന്നെ ഫ്ലെയിം നല്ല ലോയിൽ വേണം. എല്ലാം ചുറ്റിച്ചെടുക്കുക. ഇതിങ്ങനെ ഒട്ടി പിടിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇത് നമുക്ക് വിടുത്തിയെടുക്കാൻ പറ്റും. മറിച്ചിട്ട് കൊടുക്കുകയാണ്. 2 സൈഡും നന്നായിട്ടൊന്ന് ക്രിസ്പി ആയതിന് ശേഷം നമുക്കിത് ഒരു സ്റ്റൈനറിലോട്ട് മാറ്റാം. കുറച്ച് വേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു പ്രത്യേക സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കൊക്കുവട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്റ്റൈനറിലോട്ട് മാറ്റാം. ബാക്കിയുള്ളതും ഇതേപോലെ പൊരിച്ചെടുക്കുക. വളരെ എളുപ്പമാണ് കേട്ടോ, അധികം ഓയിലൊന്നും ആവശ്യമില്ല. നമ്മുടെ കൊക്കുവടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അടുത്തൊരു സിമ്പിൾ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.